ഏറ്റവും ഒരു പീസ്ഫുൾ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണ്? ടോയ്ലറ്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അവിടെ ആണല്ലോ. നോയ്സ് കാണും, അത് നമ്മൾ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിരിക്കും. അല്ല, അവിടുന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ, വെറുതെ ഇരിക്കുവാണല്ലോ, വെറുതെ കുറച്ച് ടൈമിൽ ഇരിക്കുന്നു. ആ ടൈമിൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ നേരത്തെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും. അധികം നേരം ഇരിക്കരുത് കേട്ടോ. അങ്ങനെ കണ്ടന്റുകളുടെ എണ്ണം കൂടും. ഈ അടുത്തൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് സർപ്രൈസ് കൊടുക്കുന്ന കേക്കിന്റെ 2 ഇരട്ട പിള്ളേര്. അവര് എന്താണ് എവിനും കെവിനും. അപ്പൊ അവരൊരു സർപ്രൈസ് കണ്ടായിരുന്നു ആ എപ്പിസോഡ്. ഇപ്പം കാർത്തിക് സൂര്യക്ക് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവന്മാർക്ക് 10th പാസ് ആയി. മോഹം കണ്ടറിയത്തില്ല, പിന്നെ ആ മുഖത്തോക്കി പറഞ്ഞു എന്ത് ചോദിച്ചത് മിസ് ചെയ്യുന്നുണ്ടോന്ന്, പ്രണയമുണ്ടോന്ന്. അതിപ്പോ എല്ലാവർക്കും എന്ത് ഇവനാണില്ലാത്തത്. അല്ലല്ല, മറ്റേത് പറ, ബ്ലഷ് മഴ പെയ്യും. പ്രസന്റേഷൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ലൈഫിൽ ഒരു അപ്ഗ്രേഡ് വേണം, ആകമത്തൊരു ചേഞ്ച് വേണം കുട്ടാ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. കാരണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ വൈറലായ മിസ് ആൻസി ചാൾസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ആൻസി. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഷിൻഡോ. ബബി. ഹലോ. ഞങ്ങൾക്ക് ഒരു പേജൊക്കെ ഉണ്ട്, അറിയാം. തടിയനും മുടിയനും. വൈറലാണ്, മില്യൺസ് ഒക്കെ അടിച്ചു 2 വീഡിയോക്ക്. ആയിക്കൊണ്ടിരിക്കുക. ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളും പേജ് കൂട്ടും. ബമ്പർ അടിച്ചോ? അടിച്ചിട്ട് ഇരുന്നു. എങ്ങനെയായിരുന്നു ബമ്പർ ചിരിയിലേക്ക് വരാനുള്ള ഒരു പരിപാടികൾ? തുടക്കം ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 1 മിനിറ്റ് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്പം അറിയുന്നില്ല, ഒരുപാട് ആൾക്കാർ 100ഉം 10ഉം വീഡിയോസ് അയച്ചിട്ട് റിജക്റ്റ് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവഭാഗ്യം, അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ വീഡിയോ സെലക്ട് ആയി. അങ്ങനെ കയറി സ്റ്റാൻഡപ്പ് ചെയ്തു. എവിടെയാ നാടൊക്കെ? എവിടെയാണ് എൻ്റെ വീട്? കൊല്ലത്ത്. എവിടെ? കൊല്ലം കുട്ടിയം. കുട്ടിയം പ്രോപ്പർ കുട്ടിയം തന്നെ. ഞങ്ങൾക്കും കൊല്ലത്ത് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ശരി. ഭയങ്കര നല്ല നാടാണ് കൊല്ലം. അതെ അതെ, അല്ല, അവിടുന്ന് ഈ ബമ്പർ ചിരിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? മീൻസ് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ആണോ? ബമ്പർ ചിരിയില് സ്റ്റാൻഡപ്പ് വൈറലാവുക എന്നുള്ളൊരു? അല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സാമ്പത്തിക മാധ്യമം. അപ്പൊ പിന്നെ നമ്മള് കയ്യിൽ എന്താണോ ഉള്ളത് സ്റ്റാൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്താണ് അൾട്ടിമേറ്റ്? എന്താ അത്? മൂവി തന്നെയാണ്. എല്ലാവരുടെ എങ്ങനെയാണല്ലോ. സിനിമ ചെയ്തോ? ഇപ്പൊ 2 മൂവീസ് ചെയ്തു. ഏതൊക്കെ? ഫസ്റ്റ് ജയ 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 ഹേ വിപിൻ ദാസ് സാറിന്റെ, പിന്നെ അരുൺ ബോസ് സാറിന്റെ മാരുവിൽ ഗോപുരം. ജയ ജയ ജയില് അത് ആ സമയത്ത് തന്നെ വേറെ മുഖമായിരുന്നു, അതുകൊണ്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അല്ല, അതിനകത്ത് ദർശനേച്ചി മീൻസ് നമ്മുടെ ജയയുടെ ക്യാരക്ടർ. അതായത് ജയയുടെ കിട്ടാം. അതായത് ജയയുടെ ക്യാരക്ടർ ഉണ്ട്, സ്കൂൾ ലൈഫ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് സീനിൽ തന്നെ. അപ്പൊ അതിന്റെ അകത്ത് പുള്ളിക്കാരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ശാലിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പുള്ളിയുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് എന്നോടാണ്. അത് ഈ ബമ്പർ ചിരിയില് ഇത് കഴിഞ്ഞ? അല്ലല്ല, അതിന് മുമ്പായിരുന്നു. അതിന് മുമ്പേ സിനിമയിലുണ്ട്. അറിയിക്കില്ല. ഷൂട്ട് മീൻസ് അതിന് മുമ്പേ കഴിഞ്ഞായിരുന്നു. ഒതുളങ്ങാത്തുരുത്ത് കഴിഞ്ഞിട്ടായിരുന്നു. ഓരോന്ന് റിവീൽ ചെയ്ത് വരുന്നേ ഉള്ളൂ. അല്ല, ആദ്യം എന്റെ ഒരു ജേണി എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒതുളങ്ങാത്തുരുത്തായിരുന്നു എന്റെ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോഴായിരുന്നു എന്റെ പേടിയൊക്കെ പോയി. ഫസ്റ്റ് ഒതുളങ്ങാത്തുരുത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് ജയ ജയ ഹേ, അത് കഴിഞ്ഞിട്ടാണ് ബമ്പർ ചിരി. അത് ഓഡിഷൻ ആയിരുന്നു. അത് ഫസ്റ്റ് ഒരു ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ ഇട്ടായിരുന്നു. നമ്മൾ അമ്പുജി ചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. സോ അവർ കാസ്റ്റിംഗ് ഇട്ടു. ഞാനപ്പോൾ കാസ്റ്റിംഗ് അറ്റൻഡ് ചെയ്തു. മീൻസ് ഞാൻ ഒരു വീഡിയോ, ഒരു പെർഫോം വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് കോൾ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ആദ്യമായിട്ടാണ് നമ്മളൊരു കാസ്റ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് ടൈം, അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വിളിച്ചു. എന്ത് പറഞ്ഞാൽ അവർക്ക് ഒരു ഇത് തന്നു, മീൻസ് ഒരു ചെറിയൊരു എന്തോ തന്നു.
എന്ത് ഇതാണ് സ്റ്റാൻഡപ്പ് പ്രശ്നം. സാധനം കഴിയുന്നു, ഒരു ഡയലോഗ് തന്നു, എന്നിട്ട് പറഞ്ഞു സിറ്റുവേഷൻ തന്നു, എന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് വീഡിയോ അയച്ചു കൊടുത്ത് പെണ്ണ് പറഞ്ഞു ഓക്കെ. അപ്പൊ അല്ലല്ല, അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ പോയോ? ആയില്ല, അതുകൊണ്ടാണല്ലോ വിളിച്ചത്. അങ്ങനെ അയച്ചു കൊടുത്തവർ ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഓഡിഷന് പോയി, മീൻസ് ഷൂട്ടിന് പോയി. ഒരു 2 എപ്പിസോഡ് ആദ്യം കൊച്ചാണ്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ പെങ്ങളായിട്ടായിരുന്നു. പിന്നെ ആ എപ്പിസോഡ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് നിന്നു. പിന്നെ നത്ത്, നമ്മുടെ എബിൻ ചേട്ടൻ്റെ ടെർബോയുടെ നത്ത് ചേട്ടൻ്റെ നത്തണ്ണന്റെ മുറപ്പെണ്ണായിട്ടായിരുന്നു. ഇപ്പൊ കൊച്ചുമോളെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് അങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മുടെ ഉടുപ്പിന്റെ പട്ടാഭിഷേകം ലാസ്റ്റ് ലേറ്റസ്റ്റ് എപ്പിസോഡ് എന്താ അതിൻ്റെ അകത്താണ് ഉള്ളത്. അതിൻ്റെ അകത്തുണ്ട്. എന്താടേ അതിൻ്റെ അകത്തുണ്ട്. അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ബമ്പർച്ചിരി, ഒതളങ്ങാത്തുരുത്ത്. പിന്നെ ഇനി മൂവീസ് എന്തെങ്കിലും ഇനി വരുന്നുണ്ടോ എന്തെങ്കിലും? ഇനി ഒരു സാധനം ഇങ്ങനെ കയ്യിലെ പുറത്ത് തേങ്ങണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ ആയിട്ട് ഒന്നും അറിയുന്ന കാര്യം ആൾക്കാർക്ക് ടൈറ്റിലായി. പക്ഷെ ഞാൻ പറഞ്ഞ ഡയറക്ടറിനെ എടുത്തിട്ട് ഇടിക്കും. കഥ എന്താണ്? ഹലോ മിസ്റ്റർ എലിഫന്റ്, അത്രേ ഉള്ളു. അത്രേ ഉള്ളു. ഹലോ കഥയുടെ പേരൊന്നല്ല. ഞാൻ ഒരു ജേണർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്നും എനിക്കറിയത്തില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കയ്യിലെ പുറത്തെ തേങ്ങ ഞങ്ങൾക്ക് റോൾ കിട്ടും കഴിഞ്ഞാൽ തോന്നുന്നു. അപ്പൊ ഈ ഒതളങ്ങാത്തുരുത്ത് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്കുള്ള എൻട്രി. ശരി, അതെ അതെ. അത് ആരും കാസ്റ്റിംഗ് ത്രൂ തന്നെയാണോ അതോ വഴിയാണോ? കാസ്റ്റിംഗ് എല്ലാം ഞാൻ ചെയ്തിപ്പം. ഇപ്പൊ ഒതളങ്ങാത്തുരുത്ത് അല്ലെങ്കിൽ ഈ മാരിയൂർ ഗോപുര ജയജ എല്ലാം കാസ്റ്റിംഗ് ഓഡിഷൻ വരിക. ഓഡിഷൻ അല്ല, നമ്മള് നെപ്പോട്ടിസം അല്ലല്ലോ. അല്ല, ഈ ഫാമിലിന്ന് ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഇങ്ങനെ? ഞങ്ങളുടെ അച്ഛൻ ലാസ്റ്റ് പണ്ട് തിയേറ്ററിൽ പോയി. അപ്പൊ ഇപ്പോഴും തിയേറ്ററിന് സിനിമ കോട്ടയെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് ഞാൻ. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. സോ പണ്ടങ്ങാണ്ട് ഏതോ സിനിമയാണ് തിയേറ്ററിൽ പോയി കണ്ടത്. സിനിമ കോട്ടയിൽ പോയി കണ്ട. അപ്പം ഫാമിലിയും സിനിമയായിട്ട് യാതൊരു. അപ്പ, അമ്മ, ചേച്ചി. ചേച്ചി മാരേജ് കഴിഞ്ഞു. ഇപ്പം വൈഫ് ഹൗസ് ആയിട്ട് വീട്ടിലിരിക്കുന്നു. എങ്ങനെയാണ് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്? ഞങ്ങൾക്കില്ല, അതുകൊണ്ട് അപ്പൊ ഭയങ്കര സപ്പോർട്ടാണ്. മീൻസ് എന്റെ സ്കില്ല് ഇതാണ്, അപ്പം അതിലോട്ട് പോകും. എങ്ങനെയായാലും രക്ഷപ്പെട്ടാ മതി, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ആരും മുങ്ങി തെറ്റി പോണോന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. മുഖത്തൊരു മുങ്ങൽ ഞാൻ കാണുന്നുണ്ട്. എന്റെ മുഖത്ത് അങ്ങനെ അത് പിന്നെ മുഖം കാണാൻ പറ്റുന്നത് പിന്നെ വലിയ സീനില്ല. ഓക്കെ. അപ്പൊ ഈ ബമ്പർച്ചിരിയിൽ മൊത്തം കേറിയുണ്ട്. എന്തോരം ബമ്പർ അടിച്ചു ശരിക്കും? ഞാൻ 7 സ്റ്റാൻഡപ്പ് ചെയ്തു, 5 ബമ്പർ. ശരിക്കും സ്റ്റാൻഡപ്പ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെ വന്നത്? മീൻസ് ഇപ്പൊ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ഒരാളാണ്. അത് ഇപ്പോഴും ഉണ്ട്. അത് കാണിക്കുന്നില്ല, വെളിയിൽ കാണിക്കുന്നില്ല. അകത്തൊക്കെ സത്യം അകത്തൊക്കെ പിടപിടാന്നടിക്കും. പേടിയുണ്ടോ? അതല്ല, ഫസ്റ്റ് നമ്മളൊരു സ്റ്റേജിൽ കയറി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ അവിടെ കയറിയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം എന്റെ സ്റ്റാൻഡപ്പ് സമയത്ത് അരിസ്റ്റോ അശോകൻ സാറായിരുന്നു ഗസ്റ്റ് ആയിട്ട്. ഫസ്റ്റ് സ്റ്റാൻഡപ്പില് പുള്ളിയായിരുന്നു ഗസ്റ്റ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ സെലിബ്രിറ്റീനെ കാണുന്നത്. അപ്പം തന്നെ പകുതി സ്റ്റാൻഡപ്പ് മറന്നുപോയി. പിന്നെ കഴിഞ്ഞിട്ടായിരുന്നു പകുതി കളിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ വിഷ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പോ അതായിരുന്നു എന്റെ ഫസ്റ്റ് കോൺഫിഡൻസ്. അവിടുന്ന് പിന്നെ ഭയങ്കര ഫസ്റ്റ് ബമ്പറായിരുന്നു. ഫസ്റ്റ് ബമ്പറും 2 ബമ്പറും. ഇല്ല, പിന്നെ പേടിയായിരുന്നു. നമ്മള് വെച്ച സാധനം പോണം. കാരണം ഇപ്പം ജഡ്ജ് മീൻസ് മഞ്ജു ചേച്ചി അല്ലെങ്കിൽ സാബൂൺ നസീറൊക്കെ പറയുന്നത് ചിലപ്പം കഴിഞ്ഞ സ്റ്റാൻഡപ്പിന്റെ അത്ര എത്തിയില്ല എന്ന് പറയുമ്പം മീൻസ് നമ്മൾ എന്താണ് ചെയ്തു വെച്ചാൽ അതിന് മേപ്പോട്ട് ചെയ്യണം. അതാണ് അതിന്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. കണ്ടന്റ് സ്റ്റാൻഡപ്പിൽ നമ്മൾ കണ്ടന്റ് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് എഴുതി കണ്ടന്റ് സ്റ്റാൻഡപ്പിനും നമ്മൾ തന്നെയാണ്. സ്റ്റാൻഡപ്പിന് അങ്ങനെ ഗ്രൂമേഴ്സ് ഇല്ല അവിടെ. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തോ ഒറ്റൊരു ഷോട്ടിൽ തന്നെ പോയി? അല്ല, ഞാൻ എല്ലാം ഒറ്റ സ്ട്രെസ്സിൽ പോകും. ആരാണ് ഫ്രണ്ട്സ് എല്ലാവരും സഹായിക്കുക? ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ആണ്?
ഫ്രണ്ട്സ് അങ്ങനെയല്ല, എന്നെ കണ്ടാ ഭയങ്കര ഭയങ്കര വലിയൊരു സർക്കിൾ ഫ്രണ്ട്സ് ഉള്ള ആളാണ് തോന്നുവാണെങ്കിലും അങ്ങനെ ക്ലോസ് ആയിട്ട് 1 or 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് തോന്നില്ലായിരുന്നു. ചോദിക്കണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രണ്ട്സ് ആവാം, അത് വേറെ കാര്യം. അല്ല, അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? ശില്പ മായാവി. ശില്പ മായാവി. നല്ല പേര്. മായാവി മാരീഡ് ആണ്. അഭി മാരീഡ് ആണ്. അതെ. ഇവന്റെ ഓക്കെ, അപ്പൊ അവരുടെ സപ്പോർട്ട് എങ്ങനെയാ? അവര് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ? അല്ലല്ല, ശില്പ എന്റെ കൂടെ +1 ക്ലാസ്സിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എങ്ങനെ അവരുടെ സപ്പോർട്ട് എങ്ങനെയാ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കണ്ടന്റ് കിട്ടി, ഇപ്പൊ ഇത് സ്റ്റാൻഡപ്പ് അല്ലാത്തിട്ട് നമ്മളിപ്പോ ഞാൻ ഒരു തമാശ പറയാൻ പോവാണ് എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് പോടി വിടുന്നതാണ്. അപ്പൊ നോർമലായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ അവര് അത് ശരിക്കാണെങ്കിൽ ഓക്കെ എഴുതി വെക്കും, സെറ്റ്. അങ്ങനെ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെക്കോ? എന്നൊരു കണ്ടന്റ് എന്തെങ്കിലും കാണുമല്ലോ, നമ്മുടെ കയ്യിൽ ഒരു സാധനം കാണും. അപ്പൊ അത് അവർ പറഞ്ഞു നോക്കൂ, ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ, കൊള്ളാവോ നോക്കൂ. അപ്പൊ അവര് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ മായാവി ഇവിടെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നതാണ്, ബംബർച്ചിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന. മായാവിയുടെ ശരിക്കും പേര് മായാവി ആണ്. മായ ഇൻഷ്യലാണ് വി. അങ്ങനെ വിളിച്ച് അങ്ങനെ പോയി. ഇപ്പൊ മായെന്ന് വിളിക്കുമ്പോൾ വേറെ ആരോ വിളിക്കുന്നതിനെ കൊണ്ട്. സോ മായ ഇവിടെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നൊരു അത്യാവശ്യം, എനിക്ക് തോന്നുന്നു അവിടെ പെൺകുട്ടികളിൽ അത്യാവശ്യം സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ടോ? ഇവിടുന്ന് വിടണ്ടേ? ഇല്ല. കോളേജിൽ പോകുന്നു. മീൻസ് നമ്മുടെ അതിന്റെ തന്നെ ചാനലായ മാനർ മാക്സിന്റെ അവിടെ സീരിയസ്ലി പണി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. സോ അവിടെ നമ്മൾ കോളേജ് ഈവെന്റ്സ് ഒക്കെ അങ്ങനെ. കോളേജിലൊക്കെ നല്ല മിടുക്ക് പിള്ളേരാണ്. കിട്ടാറുണ്ട്, അവസ്ഥയായിട്ട് ചിരിക്കും. അപ്പൊ നമ്മൾ ക്യാമറ ഉണ്ടല്ലോ ഫുള്ള്, അപ്പൊ ചിരിക്കുന്ന ആൾക്കാരുടെ ഫേസ് ക്യാമറ നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാവരും സൂപ്പറായിട്ട് ചിരിക്കും. അവര് ട്രിക്ക് വെച്ച് പറയുന്ന ഒരു തമാശ കേട്ടിട്ട് വേറെ ആൾക്കാർ ചിരിക്കുമ്പോഴാണ് ഓഡിയൻസിന്റെ ചിരി തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചിരിക്കണായിരിക്കും. അല്ല, വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു സാധനം പറഞ്ഞു, അപ്പം ഒന്നും നോക്കൂല, ഒരാളുടെ ചിരി കേട്ടിട്ട് ചിരിക്കുക. അങ്ങനത്തെ അങ്ങനെ നോർമലായിട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട്. എനിക്ക് ചോദ്യം തന്നെ മനസ്സിലായില്ല, അതുകൊണ്ട് വേറെ നമുക്ക് ചോദിക്കാം. അതാണ് ചിരിപ്പിക്കാൻ പാടാണ്. നമ്മൾ പണ്ടുള്ള ചാനലുകൾ നമ്മൾ തമാശ പറഞ്ഞു, ആ തമാശ ഓഡിയൻസ് ചിരിക്കണോ ശരിക്കും നമ്മൾ ചിരിക്കണേ. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ട് പല തമാശകൾക്ക്. ഇവിടെ ലൈവ് ആണല്ലോ ഇപ്പൊ, അങ്ങനത്തെ പരിപാടി ഇല്ല. നമ്മൾ എന്തെങ്കിലും നല്ലത് പറയുകയാണെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മുടെ പൂർവ്വരെ വിളിക്കും, അത്രേ ഉള്ളൂ. വേറെ ബമ്പർ ചിരിയില് എത്ര ബമ്പർ അടിച്ചു, എന്തോരം പൈസ ഉണ്ടാക്കി, പൈസ എന്താ ചെയ്ത്? ബമ്പർ ചിരിയില് ബമ്പർ ചിരിയില് ഞാൻ 7 സ്റ്റാൻഡപ്പ് ചെയ്തു, 5 ബമ്പർ കണക്ക് കൂട്ടി. നീ കണക്ക് ഞാൻ കുറച്ച് പറയുമ്പോഴത്തേക്കും കിട്ടി, പൈസ കിട്ടി. അതെ, എത്രയൊരു ഏകദേശം 50 എന്ന് പറയുമ്പോഴത്തേക്കും 2 ചെയ്യുമ്പോഴത്തേക്കും 1 ആയി, 3 ചെയ്യുമ്പോ 1.5, 2 എത്ര കിട്ടി മൊത്തം? 2.5 എത്രയോ കിട്ടി, 5 ബമ്പർ. അതെന്ത് ചെയ്തോ പൈസ? അത് സുരക്ഷിതമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലുണ്ട്. മെഡിക്കൽ കോളേജിൽ എനിക്ക് ബമ്പർ അടിക്കും, അപ്പയ്ക്ക് അറ്റാക്ക് വരും. എനിക്ക് ബമ്പർ അടിക്കും, അപ്പയ്ക്ക് അങ്ങനെ. അതുകൊണ്ട് അവിടെ സേഫ് ആയിട്ട് അപ്പയ്ക്ക് ഞാൻ സ്റ്റാൻഡപ്പ് എനിക്ക് ഫസ്റ്റ് ബമ്പർ അടിച്ച സമയത്ത് കണ്ടതിന് സന്തോഷമാണെന്ന് പറയത്തില്ല, ഇങ്ങനെ നെഞ്ചിലൊന്ന് കൈ വെച്ച് പിന്നെ കാണുന്ന ഹോസ്പിറ്റലിൽ. ഇപ്പൊ ഓക്കെയാണ്. ഞാൻ ഇപ്പൊ സ്റ്റാൻഡപ്പും ചെയ്യുന്നില്ലല്ലോ, സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെയാണ്. ഇല്ല, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അതുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് നിർത്തിയേക്കുന്നത്? അല്ല, നിർത്തിയേക്കുമല്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യാം. ഈ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ സ്കിറ്റ് സ്റ്റാൻഡപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വർക്കായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബസർ അമ്മത്ത എന്തെങ്കിലും അറിയാം? ഇല്ല, ചില ആൾക്കാർ നമുക്ക് കാണാൻ പറ്റുന്ന ആക്ച്വലി നമ്മള് അങ്ങോട്ട് നോട്ടീസേ ചെയ്തില്ല. നിങ്ങൾ ജഡ്ജിനെ അവരെ ശ്രദ്ധിക്കും? ഇല്ല, ജഡ്ജിനെ നോക്കും, പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഹൈഡ് അറിയാൻ പറ്റില്ല അത് വർക്കായോ ഇല്ലയോന്ന്. അപ്പൊ അല്ല, ഓഡിയൻസ് ഉണ്ടാവൂലേ? ഓഡിയൻസ് അവിടെ ക്രൂ മീൻസ് വർക്ക് ചെയ്യുന്ന ക്രൂ, അവരൊക്കെ ക്യാമറ, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത്? ഇല്ല, നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പറയുന്ന രീതിയിൽ ഈ സാധനം എങ്ങനെയെങ്കിലും ഒരു ഐ കോണ്ടാക്ട് എന്ന സാധനം മറന്നു പോകാതെ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ആവുന്നതെങ്കിൽ ഇത് നോക്കാൻ സമയം കാണത്തില്ല. അത് നോക്കിയാണെങ്കിൽ അടുത്ത സാധനം മറന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരും.
അതുകൊണ്ട് അതാരും ശ്രദ്ധിക്കത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. പുറത്ത് പ്രോഗ്രാം ചെയ്യുമ്പോ എങ്ങനെയാ? പുറത്ത് നമ്മള് മീൻസ് ലൈവായിട്ട് പ്രോഗ്രാം അത് കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് അല്ല. കാരണം അവർ ക്യാഷ് തരുന്നതാണല്ലോ, അപ്പൊ ചിരിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. പബ്ലിക്കൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് പബ്ലിക്കല്ല പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോ അവർക്ക് ആളെ തിരിച്ചറിയണ്ട. അതായത് ഓഡിയൻസിനനുസരിച്ചാണ് ഈ കണ്ടന്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉത്സവ പറമ്പിൽ വന്നിട്ട് നമ്മളിപ്പോഴത്തെ LGBTQ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ സീനായിരിക്കും, മനസ്സിലാവും. നമ്മളെ ഓഡിയൻസിനനുസരിച്ച് ഓൾറെഡി അതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മളെ ഓഡിയൻസ് എങ്ങനെയാണ് അനുസരിച്ച് നമ്മൾ സാധനം. യൂഷ്വലി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അതോ? 6 മണിക്ക് ശേഷം വീട്ടിൽ ഇറങ്ങത്തില്ലേ ബോൾഡ് കാരി? അത്രയും ബോൾഡ് ഓക്കെയാണ്. 6 മണി വരെ ഓക്കെയാണ്. അപ്പൊ ഞങ്ങളായാലും 6 മണി കഴിഞ്ഞ് ബോൾഡിന്റെ ബോ മാത്രമേ കാണത്തുള്ളൂ, ഇല്ല. ഞങ്ങൾ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല. ഓക്കെ, അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് പറയാൻ പറ്റുമോ? മീൻസ് ഒരു പടമാണോ അതോ ഇനി മൂവീസ് ആണോ ചെയ്യാൻ ഇനി താല്പര്യം, അതോ സ്റ്റാൻഡപ്പ് ആയിട്ട് മുമ്പോട്ട് പോകാനാണോ? സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഫഷണൽ സ്റ്റാൻഡപ്പ് അല്ല. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര, ഇപ്പം എന്റെ സ്റ്റാൻഡപ്പ് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര, അതായത് നല്ല രീതിയിൽ മലയാളം പടപടപടാന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളം സംസാരിക്കുന്നപ്പോൾ ഇംഗ്ലീഷ് അല്ല, അങ്ങനെയല്ല, എല്ലാം സംസാരിക്കുന്ന ബുദ്ധിമുട്ട്. അതായത് മലയാളം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ലോട്ടറിയിൽ നമ്മൾ അടിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് കുഞ്ഞുനാളില് എന്തൊക്കെയോ കഴിച്ചിട്ട് എല്ലാവരുടെ കയറിയിട്ടായിരിക്കും മേടിച്ച് നാക്കി വെച്ചു കൊടുത്തു. ഒരു അരമണിക്കൂർ നാക്കുമായിട്ട് ഇങ്ങനെ തൂങ്ങിയിരുന്നു, ബ്ലഡൊക്കെ പോയി സീനായിരുന്നു. അതിന് അല്ല ഒറിജിനൽ നടന്ന സംഭവം. സോ ചില വാക്കുകളൊക്കെ എനിക്ക് തെറ്റിപ്പോവും. വാക്കുകൾ എനിക്ക് ഒരു കാര്യം, അതൊരു മെയിൻ വിഷയമാണ്. അതായത് ടോപ്പിക്ക് മാറ്റ്, കുട്ടി എന്താ സംസാരിക്കുന്നു പറയോ? എനിക്കൊരു മനസ്സിലൊരു സാധനം കാണാം, അപ്പൊ എനിക്കത് കൺവേ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അത് ഇങ്ങനെ തൊട്ടുള്ള ഞാൻ ഇങ്ങനെ വരുന്നത് തൊടും. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ നമ്മൾ എന്തോന്ന് പറയുന്നത്, ലോട്ടറി അടിച്ചത്. അതുകൊണ്ട് അപ്പം ലോട്ടറി അടിക്കുന്ന ക്ലിപ്പ് അടിച്ചപ്പോഴത്തേക്കും സ്ഫുടത കിട്ടിയില്ല. തംബ്ലൈൻ എഴുതി ആഡ്സിയുടെ ക്ലിപ്പ് കഥയെന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പൊ ആൾക്കാർ വിചാരിക്കുമെങ്കിൽ അതിപ്പോഴേ ഏറ്റത് അതായത് ചില ആൾക്കാർ വിളിക്കും എന്റെ പ്രൊഫഷണൽ സ്റ്റാൻഡപ്പ് ആണ് നല്ല, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ സാമ്പത്തികം ഒരു ഇതുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് ഞാൻ തെരഞ്ഞെടുത്തത്. കാരണം വേറെ വലിയ സ്കില്ലൊന്നും ഇല്ല. പിന്നെ നമ്മള് അതുമല്ല, ബമ്പർച്ചിരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധാരണ ആൾക്കാർക്ക് ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോമാണ്, നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഒരു 4 മിനിറ്റ് കൊണ്ട് ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 ഒക്കെ ഈ ടൈമിൽ അത് പോസിബിൾ ആവുന്നൊരു കാര്യമല്ല. സോ അത് ആ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കൊറോണ ടൈമിലൊക്കെ ഒരുപാട് സാധാരണ ആൾക്കാരുടെ ലൈഫ് തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റിയ ഒരു പ്ലാറ്റ്ഫോം. സോ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും അതിനോട്. അവരൊന്നും കഴിവുള്ള ആൾക്കാർ എടുക്കത്തില്ല, അത് കഴിവ് ഏറിയ പോയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോയി. തുടങ്ങിയ ടൈമില് എറണാകുളത്ത് ഒരു ഓഡിഷൻ വെച്ചപ്പോ പോയത്. തുടങ്ങിയ എന്തായാലും ആരും ഏറ്റവും കൂടുതൽ വന്നോണ്ടിരുന്ന ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം. അപ്പൊ ഞങ്ങൾ തോന്നുന്നു കുഴപ്പമില്ല, ഒരു പെയറായിട്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് പയറുണ്ടായില്ല, അന്ന് പിന്നെ ഞാൻ തന്നെ ചെയ്യാൻ. അല്ല, അവരാരും നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് പൊട്ടണമെന്ന് വിചാരിക്കത്തില്ല. അല്ലല്ല, ഞാൻ നേരത്തെ വന്നു, നിങ്ങൾ വന്നില്ലല്ലോ. ഞങ്ങൾ ഇനി കുഴപ്പമില്ല, ഇപ്പൊ നമ്മളെ വിളിക്കുമായിരിക്കൂലേ? വിളിക്കും, വേറെ വിളിക്കും. നേരത്തെ അവിടെ ഈ സ്റ്റാൻഡപ്പ് ചെയ്തോണ്ടിരുന്ന വേറെ കുറെ ഫ്രണ്ട്സ്, ജോൺ ചേട്ടൻ, മഹാദേവൻ ചേട്ടൻ, അനീസ്, അവരൊന്നും ഇപ്പൊ അല്ല അവര് ഇപ്പം സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മള് വിറ്റ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. വിറ്റ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട് അവര്. അല്ല പോഡ്കാസ്റ്റ് അല്ലേ? അല്ല അവരിപ്പോ ഇനിയിപ്പോ സ്റ്റാൻഡപ്പ് അവിടെ ചെയ്യുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഫ്രണ്ട്സ്? ഞങ്ങൾ ഭയങ്കര ഒരമ്മ പെറ്റ മക്കളാണ് ജോൺ ചേട്ടൻ. എനിക്ക് ഏത് ചേട്ടാ ജോൺ ചേട്ടൻ 100 രൂപ അപ്പം തന്നെ ഇട്ട് തരും. ചോദിക്കുന്നില്ല, മീൻസ് എവിടെ നിന്നാലും. അവരുടെ പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ പോകാറുണ്ടോ? എന്തിനാ, അവരുടെ നന്നായിട്ട് പോകുന്നില്ലേ? എന്തിനാ വിളിക്കാറുണ്ട്. നിങ്ങൾ വിളിക്കാറുണ്ട്?
അല്ല നന്നായിട്ട് പോകുന്നില്ല. അവരിപ്പോ ഇടയ്ക്ക് റോസ്റ്റിംഗ് പരിപാടി എന്തോ തുടങ്ങിയായിരുന്നു. ആ മൂവീസില് റോസ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് കാണാറുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഒന്നും എന്റെ തന്നെ സ്റ്റാൻഡപ്പ് ഞാൻ കാണാറില്ല സത്യസന്ധമായി പറയുകയാണെങ്കിൽ. അതെങ്ങനെയാ അപ്പൊ സീരിയസ് ആയിട്ടും ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്ത് ഏറ്റവും അരോചകമുള്ളൊരു സൗണ്ട് എന്റേതാണ്. അല്ല ഇപ്പൊ സെൽഫായിട്ട് നമ്മളൊരു സംഭവം കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തോന്നല്ലോ, അത് കാണേണ്ട കാര്യമില്ല. പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ അടുത്ത പ്രാവശ്യം തെറ്റാണ്. പിന്നെ സീരിയസ് ആയിട്ട് ഞാൻ കാണാറില്ല. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്ത് ഇപ്പൊ പേരൻസിന്റെ ഒക്കെ കൂടെ ഇരുന്ന് കാണൂലേ, അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒക്കെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അതെന്റെ ഫസ്റ്റ് സ്റ്റാൻഡപ്പ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും അല്ല നേരത്തെ അതിന് മുമ്പ് മൂവീസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് ഒരു സാധനം അച്ചീവ് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഫസ്റ്റ് ബമ്പർ ആണ്. അതായത് എന്റെ സ്റ്റാൻഡപ്പ് തീർന്ന് 4-ാമത്തെ മിനിറ്റ് 3:59 സെക്കൻഡ് ആയപ്പോഴാണ് ബമ്പർ അടിച്ചത്. ഒരു പൂന്തോട്ടത്തിന് എന്തോ ഒരു സാധനം പറഞ്ഞപ്പോഴത്. അപ്പൊ അത് ടി വി കണ്ടപ്പോ ഞാൻ ഭയങ്കര കരച്ചില്. ഞാൻ ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് അപ്പൊ തോർത്തൊക്കെ പിഴിയും. കണ്ട് ഇപ്പൊ നമ്മളൊരു മോള് സംഭവം ഹലോ അതല്ല ഉദ്ദേശിച്ചേ, മനസ്സിലായി. ഞാൻ നന്നായിട്ട് വീർക്കും. സന്തോഷാശ്രുണു പറഞ്ഞായിരുന്നു, സന്തോഷാശ്രുണു. അതുകൊണ്ട് സന്തോഷത്തിലായിരുന്നു. അപ്പം വീട്ടിലൊക്കെ വിളിച്ച് ബന്ധുക്കളെ വിളിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കര കരച്ചില്. അപ്പൊ ആദ്യം ബന്ധു വെച്ചത് പൈസ എന്തോ ചെയ്തു, അപ്പോഴേക്കും ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും ഫസ്റ്റ് ബമ്പർ അടിച്ച പൈസ എന്താ ചെയ്തേ? മെഡിക്കൽ കോളേജിൽ കൊടുത്തു, അതൊക്കെ അതല്ലാണ്ട് സെൽഫ് ഒരു അങ്ങനെ ഒന്നും അല്ല. എന്തെങ്കിലും ആഗ്രഹിച്ചൊരു എമൗണ്ട് കിട്ടിയാണല്ലോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മുടേതായിട്ട് മേടിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ വല്ലതും പറഞ്ഞു, സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ക്യാഷ് മൊത്തം മെഡിക്കൽ കോളേജില്. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ടാസ്ക് തരുവാണെങ്കിൽ അത് ചെയ്യാം. മീൻസ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പൊ പെട്ടെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല പറ്റത്തില്ല. അല്ല ഫസ്റ്റ് ഇപ്പൊ ബമ്പർ അടിച്ച സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടല്ലോ, മീൻസ് അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു? അത് എന്റെ ഫാമിലി മീൻസ് വീടിന്റെ സാഹചര്യം, വീടിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ് വീട്ടിലെ സാഹചര്യം? വീട്ടിൽ ഇപ്പം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഒരൊറ്റ തുള്ളി വെള്ളം വീട്ടിന്റെ വെളിയിൽ വീഴത്തില്ല, അകത്തോട്ട് തന്നെ വീഴും. വീടിനെ കുറച്ച് ഫിനാൻഷ്യലി അല്ലെങ്കിൽ കുറച്ച് സീനായിട്ടിരിക്കുമായിരുന്നു ആ ടൈമിൽ. അപ്പം ആ ടൈമിൽ അപ്പോൾ ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു സംഭവം പറയായിരുന്നു. കണ്ണീർ പുഴയായിരുന്നു എപ്പിസോഡ്. കാർത്തികനൊക്കെ അവിടെ നിന്ന് കരയുമായിരുന്നു. അതെ വീടിനെ വെച്ചിട്ട് ബമ്പർ അടിച്ചെങ്കിൽ അല്ല, എന്താ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? വീട്ടിൽ ചെയ്യാനുള്ള പരിപാടികളാണല്ലോ ഓടുന്നത്. സക്സസ് ആവും. കുറെ കമന്റ്സും ഇതൊക്കെ വരണ്ടല്ലോ, അപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടോ? സോ അതിനകത്ത് കമന്റ്സ് നെഗറ്റീവ് വരുന്നുണ്ടോ? അതിന് എങ്ങനെയാ? ഒരു ടൈമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്റ്റാൻഡപ്പ് ചെയ്ത് ഒരു ടൈമില് പകുതി നെഗറ്റീവ് വരും. പിന്നെ ഞാൻ ആ സമയത്ത് ഭയങ്കര അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം, ഇവരൊക്കെ ഇങ്ങനെ ഈ പറയുന്ന മീൻസ് തോന്നുന്നു. അതായത് ഇപ്പം എനിക്ക് ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതെനിക്ക് ഓഡിയൻസിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ഫ്ലോറിൽ പറയണം. അപ്പം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. ഒരാളെ അല്ലെങ്കിൽ എന്നൊരു ക്യാരക്ടറിനെ പറഞ്ഞിട്ട് അയാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല. സോ എന്റെ മുള്ളിനും അല്ലെങ്കിൽ കേടില്ലാത്ത രീതിയിൽ ഞാൻ എന്റെ വീട്ടിൽ മീൻസ് നമ്മൾ എന്തെങ്കിലും സാധനം പറയണമല്ലോ, നിങ്ങൾ തോക്കിനകത്ത് കയറി വിട്ടുവിട്ട് വെക്കാതെ. അതായത് അപ്പം എനിക്ക് വെളിയിൽ നിന്നുള്ള ഒരാളെ പറ്റി പറയാൻ പറ്റത്തില്ല, അത് വിഷയം. സോ അത് എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പനെയും അല്ലെങ്കിൽ എൻ്റെ അമ്മേനെയും വെച്ചിട്ട് ആ സാധനം പറയും. സോ അവരെന്തായാലും എന്നെ അടിക്കത്തില്ല, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സമ്മതത്തോടെ. അപ്പോൾ അവരായിരിക്കും എനിക്ക് സാധനം പറഞ്ഞു തരുന്നത്. അപ്പം ഞാനത് പറയുമ്പോൾ ഇവർ പറയുന്ന കാര്യമാണ്, ഇത്രയും നാൾ നൊന്ത് പറ്റ അമ്മയെ പറ്റിയാണെങ്കിൽ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനെ പറ്റിയാണെങ്കിൽ പറയുന്നത്. എൻ്റെ അച്ഛനമ്മയെ പറ്റി ഞാനല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. എന്നിട്ട് ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളിയിലൊന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു പെങ്കൊച്ചൊന്ന് ഫ്ലോറിൽ കയറി ബമ്പർ അടിച്ചു, എന്നാൽ പിന്നെ കുറച്ച് കമന്റ് ഇട്ടേക്കാം, നിനക്കൊന്നും വേറെ പണിയില്ലേടി. എന്നിട്ട് വേറെ കമന്റ്, മെയിൻ ആയിട്ടൊരു കമന്റ് ഉണ്ട്. എനിക്കൊന്ന് അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും കമന്റ് ബോക്സിൽ കോമൺ ആയിട്ടിരുന്ന കമന്റ് ആദ്യം ചിരിക്കണോ ഇങ്ങനൊരു ചോദ്യം. ഇവന്മാരുടെ ചോദ്യം കേട്ടത് ഞാനാണ് ഇവന്മാർക്ക് ചെലവിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ചെലവിന് കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടാണ് അവർ ചിരിക്കാനെന്ന്. ചിരിക്കണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം, ചിരിക്കണം ഭയങ്കര. അതായത് സിഗ്മ മെയിൽ കളിക്കുന്ന കുറെ കമന്റ് ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ ലൈഫ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വരും. പിന്നെ മൈൻഡ് ചെയ്യത്തില്ല, വേറെ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. സോ സ്കിപ്പ് ചെയ്തങ്ങ് വിടും, പിന്നെ മൈൻഡ് ചെയ്തില്ല. ഒരു ടൈമിൽ കമന്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ നോക്കാറില്ല. അതായത് ഒരു 100 ഓഫ് ചെയ്ത് വെച്ചോ? നോക്കാറില്ല ഞാൻ. അങ്ങനെ
ഹലോ മിസ്റ്റർ. അതായത് ഒരു 90 ചിലര് റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും കമന്റ് സെക്ഷൻ ഞാൻ ഓഫ് ചെയ്ത് വെക്കത്തില്ല, പറയുന്നില്ല, നമുക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയണം. പിന്നെ ഒരു 99 പോസിറ്റീവ് കമന്റ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് വേണം. പക്ഷേ ഈ നെഗറ്റീവിന്റെ കമന്റ് ആലോചിച്ചിട്ടായിരിക്കും നമുക്ക് ഭയങ്കര ടെൻഷനും വേവലാധികം. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ നോക്കാറില്ല ഞാൻ. ഇപ്പൊ വലിയ നെഗറ്റീവ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഇതിന്റെ നാട് നെഗറ്റീവ് ആര് പറഞ്ഞു നെഗറ്റീവ് ഇല്ലെന്ന്. ഞങ്ങളില്ല, ഞങ്ങളങ്ങനെ നമ്മള് 3 പേരാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല, ഞങ്ങൾ ആരും അറിയില്ല. ഞങ്ങൾ ഫെയിമല്ല. ആകെ ഞങ്ങളുടെ കമ്പനിക്കാരുടെ അക്കൗണ്ടിൽ കയറി ഞങ്ങളാണ് കമന്റ് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരും മാത്രമേ ഉള്ളൂ. ആകെ ഞങ്ങളുടെ വീട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ കൊളാപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ കൂട്ടുകാരോട് സ്വയം പ്രൊമോട്ടറാണ്, തള്ളുക, പുഷ് ചെയ്ത് സ്വന്തം. അല്ല അങ്ങനെയല്ല, നമ്മുടെ നമ്മള് പുഷ് ചെയ്യാൻ നമ്മളെ തന്നെ മാർക്കറ്റ് അല്ലേ. അയ്യോ ഞാൻ മാർക്കറ്റ് മാർക്കറ്റൊക്കെ ചെയ്ത് കുറച്ച് നാളത്തെ സ്ട്രഗിൾ മാറി ഇപ്പൊ ഓക്കെ ആണെന്ന് തോന്നി തുടങ്ങിയോ? ഇപ്പോഴാണ് ആക്ച്വലി സ്ട്രഗിൾ എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല ഇപ്പോഴാണ് പറഞ്ഞ ഒരു പോയിന്റില് നമ്മുടെ അപ്പ അമ്മ അവരൊക്കെ ലൈഫ് നോക്കുന്നുള്ള സാധനം. പക്ഷെ നമ്മൾ ഇപ്പൊ കുറച്ച് ലൈഫ് സീരിയസ് ആയിട്ട് കാണും, ഞാൻ വേണം ഫാമിലി നോക്കാൻ എന്നൊരു പോയിന്റ് എത്തുമ്പോൾ കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. എന്താ ഒരു ഡ്രീം? എന്താ ഡ്രീം എന്ന് പറഞ്ഞാൽ കാർ മേടിക്കുക, വീടുണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും? കാറല്ല, എനിക്ക് അപ്പയ്ക്കും അമ്മയ്ക്കുമായിട്ടൊരു വീട് സെറ്റ് ചെയ്ത് അവരെ സേഫ് ആക്കണം. അവരുടെ എൻഡ് ഓഫ് ദി ഡേ വരെ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എൻ്റെ ഏക ഡ്രീം. അപ്പൊ അതിന്റെ സോഴ്സ് ആണ്. ചേച്ചിയുണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയല്ലോ, പിന്നെ ഞാൻ കുട്ടീനെ തന്നെ വീട്ടിലിരുന്നത്. മീൻസ് ഞാൻ ഫാമിലി മൊത്തത്തില് ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും. സോ നിങ്ങൾ കുടുംബകാലം ഉണ്ടാക്കും മിസ്റ്റർ. അല്ല കുടുംബകാലം ഉണ്ടാക്കി അങ്ങനെയാണല്ലോ പമ്പർ അടിച്ചത്. അതെ 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 ഞങ്ങൾ അതിനെ പറ്റി ചോദിക്കണ്ടേ? അപ്പൊ മീൻസ് നമുക്ക് അങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ ക്യാഷ് വേണം, ഇപ്പൊ ജോലി വേണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല സിനിമയാണ്. അപ്പം അതിലൂടെ നമ്മൾ ഏൺ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാം, അതാണ് എൻ്റെ ഡ്രീം, അതാണ് ജേണി. ഈ സിനിമയുടെ ഓഡിഷന് പോകുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞില്ല. സോ ഇപ്പൊ കാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുന്ന നേരത്തെ എല്ലാവരും എന്നെ വഴക്ക് പറയും. ഇപ്പൊ അവരുടെ അടുത്ത് ഐഡന്റിഫൈ ചോദിക്കും, ഇന്ന ആളല്ലേ, മീൻസ് ഇന്ന ചെയ്തല്ലേ, അപ്പൊ അതെ അല്ല ആണെന്ന് പറയും. ഇതിനെ വെറുതെ ആണെന്ന് പറയും. അപ്പൊ സോ ചോദിക്കും എന്തിനാ ഓഡിഷൻ സമയത്ത് വന്നിട്ട് അത് പറയാത്തെന്നാ ചോദിക്കും. അത് പക്ഷെ എനിക്ക് ഇതുവരെ ഞാൻ ഓഡിയൻസിന് ഒരു ഫെയിം കിട്ടൂല, മീൻസ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളാന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ ഗുണം ചെയ്യാറുണ്ടോ? ഓഡിഷനിലോ പോയ ടൈമില് മീൻസ് അവർക്ക് ഐഡന്റിഫൈ, പക്ഷെ ഞാനായിട്ട് പറയത്തില്ല. ചിലപ്പോ നമ്മൾ പറഞ്ഞിട്ട് അല്ലല്ല പറഞ്ഞ ചില അത് പറയൂലേ, ഞാൻ എന്തോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെയല്ല, ഇല്ല ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്രയും പറയാൻ വേണ്ടിയുള്ള ആയിട്ടില്ല എന്നുള്ളൊരു ഇതായിരിക്കും. സോ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ആണോ? അയ്യോ അങ്ങനെയല്ല, ഇത്രയും തരം താഴ്ന്നാണോന്ന് അങ്ങനെയല്ല, അങ്ങനെ തോന്നിയോ? അല്ലല്ല പണിയാ. ഇനി ഏതെങ്കിലും ഓഡീഷൻസ് ഒക്കെ വരുന്നുണ്ടോ? ഇനി അങ്ങനെ ചോദിച്ചല്ല, ഓഡിഷന് പോകുന്നുണ്ടോന്ന് ചോദിക്കണം. ഓഡീഷനിൽ പോകുന്നുണ്ടോ? ഉണ്ടോ മനസ്സിലാവുന്നുണ്ട്. ആ ഓഡിഷൻ വന്നാൽ പോണല്ലോ. മുട്ടുവേൻ തുറക്കപ്പെടും, നമ്മൾ മുട്ടി നോക്കും, തുറക്കൂലെന്നൊക്കെ അവരുടെ ഇഷ്ടം. തുറക്കണമല്ലോ ഒരു ടൈം ആകുമ്പോ. രണ്ടു വട്ടം തുറന്നു. ആ നമ്മളെവിടെ പറഞ്ഞു വരയ്ക്കുന്ന കാര്യം. ആ അതല്ല, അത്യാവശ്യം വെറുതെ ഇരിക്കുന്ന നേരത്ത് ഇല്ല അത്യാവശ്യം മീൻസ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെൻസിൽ ചെറുതായിട്ടൊക്കെ ചെയ്യും. എന്ത് പറഞ്ഞു തന്നിട്ട് അയാള് ഇതൊക്കെ കാണുന്ന വേറൊരാളും കൂടെ ഉണ്ടാവില്ല ലൈഫിൽ. ലൈഫിൽ അച്ഛൻ, അമ്മ, ചേച്ചി ഒക്കെ അല്ലാണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോ ഒരാളും കൂടെ ഉണ്ടാവൂലോ. പറയാറായില്ല. ഇപ്പൊ 2 വയസ്സ് മാർത്ത ചേച്ചിയുടെ വെച്ച് പറയാറായിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. 2 വയസ്സേ ഉള്ളൂ. എന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വായിച്ച് ചെയ്തൊക്കെ വിളിക്കും. ഇഷ്ടമാണോ? അതെ അതെ. ജനിച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണിക്കോ?
എന്തിന് ഉള്ള സ്നേഹം കളയുന്നേ. അല്ല. കയ്യിലേക്ക് ഉണ്ട്. അല്ല ഇപ്പൊ എന്നെ ഞാൻ ഷീന്ന വിളിക്കുന്നത് കാണുമ്പോ ചീ എന്ന് വിളിക്കും. എന്തിനു വെറുതെ ഫണ്ണി. അതല്ലാണ്ട് റിയൽ ലൈഫിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ട്? വേറെ പ്രണയം ഉണ്ടോ? ശരിക്കും കാര്യമായിട്ട് വെച്ചേ ഞാൻ ചോദിച്ചത് ഫണ്ണി ആയി പോയോ? എന്ത് ചോദിച്ചത്? മിസ് ചെയ്യുന്നുണ്ടോന്ന്? പ്രണയമുണ്ടോ? പ്രണയമുണ്ടോന്ന്? അതിപ്പോ എല്ലാവർക്കും എല്ലാവർക്കും എന്ത് അഭിനോ പോയി. ഇവനാണ് ഇല്ലാത്തത്. അല്ല അല്ല മറ്റേത് പറ, ബ്ലഷ് വരുന്നുണ്ടെന്ന് പറ. ക്രഷ് ഉണ്ടോന്ന് ആള് ക്രഷ് ഉണ്ടോന്ന് മഴ പെയ്യും. ക്രഷ് ഉണ്ടോ? ക്രഷ് സ്റ്റോപ്പ്. ക്രഷ് ഉണ്ട് ക്രഷ് നമുക്ക് ആർക്കും ഇല്ലാത്ത എല്ലാവർക്കും ക്രഷ് ഉണ്ട്. അല്ല, റിയൽ ലൈഫിലൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? അത് ഉണ്ട്. എന്താ പേര്? ജീവിതം തീർന്നു. അല്ല, എന്താ ആളുടെ പേര് പറയാൻ പറ്റുമോ? പേരെന്താ? ഇപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഞാനാന്ന് വിചാരിക്കും. പേര് പറഞ്ഞ പിന്നെ സീനാവത്തില്ല. അല്ല, ആകാശ്. കൊല്ലം തന്നെയാണോ? അതെ. ആളെന്താ ചെയ്യണേ? ആള് ഒരു സലൂൺ മാനേജറാണ്. അടിപൊളി. കൊല്ലത്ത് തന്നെ. അടിപൊളി. ആളും ഇതുപോലെ കോമഡി അല്ല, പരിസരത്തോട്ട് വരാത്ത ആളാണ്. ഭയങ്കര സീരിയസ് ആണ്. അത് സീരിയസ് ഒന്നും അല്ല. ആദ്യം കോമഡി ആകാശിന്റെ അടുത്ത് പറയോ? പറയും. എന്തായാലും പുള്ളി ഞാൻ ആദ്യം പറയും. അപ്പം പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. അതായത് പുള്ളിക്ക് പൾസ് അറിയാം. അത് ഇത് ഏകത്തില്ല, കൊള്ളത്തില്ല. എന്നിട്ട് കുറച്ച് സാധനം തരും, എന്തെങ്കിലുമൊക്കെ തരും. എനിക്കൊന്ന് എന്റെ 6 ബമ്പറിലും സീരിയസ് ആയ ആള് ചിരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ. 6 ബമ്പറിലും ആകാശിന്റെ ഒരു കയ്യൊപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, സീരിയസ് ആയ ആളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട്. നീ ഇപ്പൊ പറഞ്ഞു സീരിയസ് ആവും, പക്ഷെ ചിരിക്കും. എന്റെ പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആവും. ഇവനും സീരിയസ് ആവും. എല്ലാരും സീരിയസ് ആവും. വീർത്തിരിക്കണു. സീരിയസ് ആയിട്ട് വെറുത്തല്ലേ? പ്രണയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ടെൻഷനായി പോയി പെട്ടെന്ന്. ടെൻഷനായി. നല്ല ടൈമിംഗ് ആയിരുന്നു. നല്ല കാര്യം, പ്രണയിക്കണം എല്ലാരും. എല്ലാരും അല്ല, അങ്ങനെയല്ല. എല്ലാ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല നേരത്തെ ക്ലിപ്പ്. അതിന്റെ ഒരു പ്രശ്നമായി. എല്ലാരും വീട്ടിലെല്ലാരും സപ്പോർട്ടാണോ? എത്ര വർഷത്തെ പ്രണയം? ഇപ്പം 6 വർഷം കഴിഞ്ഞു. ആളെങ്ങനെ ഫ്രണ്ടാണോ? ചെറുപ്പത്തിൽ മുതലുള്ള ഫ്രണ്ടാണോ? അതോ എന്റെ സീനിയർ ആയിരുന്നു. ബമ്പർ ചിരി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പോ ബമ്പർ ചിരി ഒരു 2.5-3 വർഷം. ആക്ച്വലി ബമ്പർ ചിരി തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ 2 വർഷം. ഇപ്പൊ എന്നിട്ട് ഹാപ്പിയാണോ മൊത്തത്തില്? ലൈഫിലെ ഏറ്റവും സന്തോഷം തന്ന ഒരു സമയം എപ്പോഴാണ്? ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ്, ഒരു ഹാപ്പി മൊമെന്റ്? ഞാൻ കാരണം എൻ്റെ അപ്പ പ്രൗഡായിട്ട് ചിന്തിച്ച ഒരു സമയം, അതായത് ഫസ്റ്റ് ബമ്പർ. അപ്പക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ടൈമിൽ. അപ്പം സോ അതാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് മൈ ലൈഫ്. ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ സമയം എപ്പോഴാണ്? സങ്കടമൊക്കെ വരും അങ്ങനെ? സന്തോഷം ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ടൈം? സങ്കടം എന്ന് പറയുമ്പോൾ തന്നെ കരച്ചിൽ വരും. ഇത് നമ്മളെ സ്നേഹം അർഹത ഇല്ലാത്ത ചില ആൾക്കാർ കൊടുക്കുമല്ലോ. അത് നമ്മൾ ഭയങ്കര ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യും ഒരുപാട് ആൾക്കാരെ. സോ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറത്തല്ല. അത് ചില ആൾക്കാർ നമ്മൾ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യും. ട്രസ്റ്റ് അല്ല, മീൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനം തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. ഇനി വരൂല. അല്ല, മീൻസ് അങ്ങനെ പരിപാടി നമ്മള് അങ്ങോട്ട് കാണിക്കുന്ന ഒരു വാല്യൂ തിരിച്ച് കാണിക്കുന്നില്ല എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു അറ്റൻഷൻ തരുന്നില്ല എന്നറിയുമ്പോൾ ഒരു ടൈം, ആ ടൈമിൽ കുറച്ച് ഹാർട്ട് ബ്രേക്ക് ഉള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, ഹാപ്പിയാണ്. ഇപ്പൊ ഫുൾ ഒരു ക്രിയേറ്റീവ് വേൾഡിലാണ്. അല്ല, ഈ കണ്ടന്റ് ഒക്കെ എടുക്കാനായിട്ട് മീൻസ് പ്രത്യേക ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കും, അതോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഒരു പീസ്ഫുൾ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണ്? ടോയ്ലറ്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അവിടെ ആണല്ലോ ക്രിയേറ്റീവ്. അല്ല, ഒറ്റപ്പെടുത്തരുത് ഈ കേസിൽ എന്നെ പ്ലീസ് ആണെന്ന് പറ. പിന്നെ ഒരുമിച്ച് പോയിരിക്കാൻ അല്ല, അവിടെ കാമാണ്, നോയ്സ് കാണും. അത് നമ്മൾ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിരിക്കും. അനുസരിച്ചിരിക്കും. അത് പിന്നെ നമ്മൾ അവിടെ നിന്നായിരിക്കും ഓരോ സാധനം ചിന്തിച്ചെടുക്കുന്നത്.
കൊടമ്പുളി ഇട്ട് വെച്ചോ എന്റെ വാർത്ത പറയുന്നത്. തോട്ടിന്ന് പിടിച്ചതാ. അല്ല അവിടുന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ, വെറുതെ ഇരിക്കുവാണല്ലോ, വെറുതെ കുറച്ച് ടൈമിൽ ഇരിക്കുന്നു. ആ ടൈമിൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ നേരത്തെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും. അധികം നേരം ഇരിക്കരുത് കേട്ടോ അങ്ങനെ. കണ്ടന്റുകളുടെ എണ്ണം കൂടും. അത് തന്നെ. പിന്നെ പ്രോഗ്രാം ചെയ്യാൻ നമ്മള് പ്രോഗ്രാം ചെയ്യാൻ പിടിക്കേണ്ടി വരും. കണ്ടന്റുകളുടെ എണ്ണമല്ല, അതന്നെ ഇറങ്ങേണ്ടി വരും. നമുക്ക് വിഷയം മാറ്റും. അപ്പൊ കണ്ടന്റുകൾ അവിടെ നിന്നാണ് കിട്ടുന്നത്. അതെ അതെ അതെ. എങ്ങനെയാണ് മറ്റേ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ ഒരാള് പണ്ട് തൊട്ടും ഇപ്പോഴും പുള്ളി എപ്പോഴും ഭയങ്കര എനർജി ഫുൾ. ശരിക്കും പുള്ളി അങ്ങനെ തന്നെയാണോ? ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് വെളി വെച്ച് കാണുവാണെങ്കിലും സെയിം, നമ്മൾ ഫ്ലോറിൽ എങ്ങനെ ടണൽ എങ്ങനെയാണ് കാണുന്നത് സെയിം സാധനം തന്നെ. ഈ അടുത്തൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു പുള്ളിക്ക് സർപ്രൈസ് കൊടുക്കുന്ന കേക്കിന്റെ 2 ഇരട്ട പിള്ളേര്. അവര് എന്താണ് എവിനും കെവിനും. അപ്പൊ അവരൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു ആ എപ്പിസോഡ്. ഇപ്പം കാർത്തിക് സൂര്യക്ക് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവന്മാർക്ക് 10th പാസ്. മോഹം കണ്ടറിയത്തില്ല, പിന്നെ ആ മുഖത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര വൈറലായിരുന്നു ആ ഒരു ക്ലിപ്പ്. കാർത്തികന്റെ ബർത്ത്ഡേ ടൈമിലായിരുന്നു. കുറച്ച് സ്ട്രഗിൾസ് എല്ലാവർക്കും കാണും, പക്ഷെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. കാരണം ഒരു പോയിന്റിൽ നമ്മൾ അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ മൈക്ക് കിട്ടിയാൽ. ചുമ്മാ താങ്ക് യു പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. സോ സ്ട്രഗിൾസ് വേണം. സ്ട്രഗിൾസ് മാത്രമായി സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ കണക്ക് മുങ്ങും ലൈഫ്. പിന്നെ മയക്കുന്നില്ല, ഒന്നും കിടന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ കയറി വരും. കാരണം നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചില ആൾക്കാരൊക്കെ പറയത്തില്ല, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പം നമ്മൾ ഒരിക്കും ഇവർക്കൊക്കെ അച്ചീവ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നതെന്ന് നടക്കുന്നത്. പക്ഷേ നമുക്ക് പിന്നെ മനസ്സിലാവും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം നമ്മുടെ കയ്യിലെത്തും. അത് ഹാർഡ് വർക്ക് ചെയ്യണം. ഉണ്ട്. എനിക്ക് ഭയങ്കര ഇപ്പോൾ ചേട്ടൻ ഞാനിപ്പോൾ ഒരു ചാലഞ്ച് ചെയ്യാം. ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരാളായിരിക്കത്തില്ല ഞാൻ. മനസ്സിലായില്ലേ? ഈ പുല്ലമരത്ത് പറയണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ കുറച്ചും കൂടെ വേറൊരു ഇതിലേക്കാവും. അല്ല അതാണല്ലോ വേണ്ടേ, അല്ലാണ്ട് ചെയ്താലും തന്നെ. തമിഴ് അറിയാന്നല്ലോ കേക്ക്. എല്ലാമേ ശരിയായിടും. തൂങ്ങിയിട്ട് നാളേക്ക് മുഴിക്കുമ്പോൾ എല്ലാം ശരിയായിടും. ധരുമ തൂങ്ങ്. വേട്ടയാട് വിളയാടില് ജ്യോതിയോട് പറയുന്നത് ആ സാധനമൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ മോട്ടിവേറ്റർ. അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളാണ്. ലാസ്റ്റ് പുള്ളിനെ അറിയാം, ഇത് തന്നെയാണ് ഞാൻ ഇപ്പടി തന്നാണ് നനച്ചിട്ട് ഡെയിലി തൂങ്ങുക. അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം ശരിയാവുന്ന ഒരു സമയമുണ്ട്. അതെ, മുങ്ങാതെ പൊങ്ങും. അപ്പൊ ആൻസിയും അതുപോലെ അതെ അങ്ങനെ വരട്ടെ. അപ്പൊ അതുപോലെ കുറെ പടങ്ങൾ ചെയ്യാൻ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ, പ്രോഗ്രാംസ് കിട്ടട്ടെ, ഒരുപാട് സിനിമകൾ വരട്ടെ, എല്ലാ ഡ്രീമും അച്ചീവ് ചെയ്യട്ടെ, നല്ല വീട്, പിന്നെ അച്ഛന്റെ ഹെൽത്ത് എല്ലാം നന്നായി വരട്ടെ. അപ്പൊ ഇനിയും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഞങ്ങൾക്ക്. നമോ.